ಸೃಷ್ಟಿ ನಾಟಕದಲ್ಲಿ ಈ ದೇಹ ಸ್ಥಿರವಲ್ಲ. ಸೃಷ್ಟಿ ನಾಟಕದಲ್ಲಿ ಈ ದೇಹ ಸ್ಥಿರವಲ್ಲ. ಪಾತ್ರ ಮುಗಿದ ಮೇಲೆ ಪರಂಧಾಮಕ್ಕೆ ಹೋಗಬೇಕಯ್ಯ. ಸೃಷ್ಟಿ ನಾಟಕದಲ್ಲಿ ಈ ದೇಹ ಸ್ಥಿರವಲ್ಲ. ಪಾತ್ರ ಮುಗಿದ ಮೇಲೆ ಪರಂಧಾಮಕ್ಕೆ ಹೋಗಬೇಕಯ್ಯ. ಪಂಚತತ್ವ ಈ ದೇಹ ಸೊಂಪಾಗಿ ಕಾಣುವುದು. ಪಂಜರವಿದು ನಂಬದಿರೋ ಸೋದರಾತ್ಮನೇ. ಪಂಚತತ್ವ ಈ ದೇಹ ಸೊಂಪಾಗಿ ಕಾಣುವುದು. ಪಂಜರವಿದು ನಂಬದಿರೋ ಸೋದರಾತ್ಮನೇ. ವಿಕಾರದ ಈ ದೇಹ ಸುಡುಗಾಡು ಸೇರುವುದು. ವಿಕಾರದ ಈ ದೇಹ ಸುಡುಗಾಡು ಸೇರುವುದು. ಕಂಪನಿನಗೆ ಕೈಯ ತಂದೆಯ ನೆನೆಯಿರಯ್ಯ. ಸೃಷ್ಟಿ ನಾಟಕದಲ್ಲಿ ಈ ದೇಹ ಸ್ಥಿರವಲ್ಲ. ಪಾತ್ರ ಮುಗಿದ ಮೇಲೆ ಪರಂಧಾಮಕ್ಕೆ ಹೋಗಬೇಕಯ್ಯ. ಜನುಮ ಜನುಮದ ಕರ್ಮ ಸಂಸ್ಕಾರವಾಗಿರಲು ದೇಹದಾರಿಗಳೆಲ್ಲ ಎಷ್ಟು ದಿನವಯ್ಯ. ಜನುಮ ಜನುಮದ ಕರ್ಮ ಸಂಸ್ಕಾರವಾಗಿರಲು ದೇಹದಾರಿಗಳೆಲ್ಲ ಎಷ್ಟು ದಿನವಯ್ಯ. ರೋಗ ರುಜಿನದ ದೇಹ ಶಾಶ್ವತವಲ್ಲವೋ. ರೋಗ ರುಜಿನದ ದೇಹ ಶಾಶ್ವತವಲ್ಲವೋ. ನೆನೆಯಿರಿ ಬೇಗನೆ ಪರಮಾತ್ಮನ ಶಿವನ. ಪರಮಾತ್ಮನ ಶಿವನ. ಸೃಷ್ಟಿ ನಾಟಕದಲ್ಲಿ ಈ ದೇಹ ಸ್ಥಿರವಲ್ಲ. ಪಾತ್ರ ಮುಗಿದ ಮೇಲೆ ಪರಂಧಾಮಕ್ಕೆ ಹೋಗಬೇಕಯ್ಯ.
ഓം ശാന്തി. ഈശ്വരീയ മഹാവാക്യമാണ്. ആദ്യം സ്വയത്തെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരൂ. അപ്പോൾ ലോകർക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരായി മാറും. ശിവഭഗവാൻ വാച്ച്, ഞാൻ കൽപ്പകൽപ്പങ്ങളിലെ കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ അവതരിച്ച് സത്യമായ ഗീതാജ്ഞാനം കേൾപ്പിക്കുന്നു. അത് കേട്ട് സാധാരണ മനുഷ്യൻ ദേവതാ പദവിയെ പ്രാപ്തമാക്കുന്നു. ശിവബാബയുടെ ഈ മഹാവാക്യം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സമാനം ഉണരുകയാണ്. ആത്മാവായ ഞാൻ കർമ്മ ഇന്ദ്രിയങ്ങളുടെ രാജാവാണ്. അതായത് അധികാരിയാണെന്നുള്ള സ്മൃതിയിലൂടെ രാജയോഗത്തിന്റെ സിദ്ധി പ്രാപ്തമാക്കുന്ന സിദ്ധിസ്വരൂപനായ ആത്മാവാണ് ഞാൻ. ഞാൻ കർമ്മ ഇന്ദ്രിയങ്ങളുടെ രാജാവാണ്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ഞാൻ ആത്മാവാണ്. ഈ സമയം ഞാൻ സാഗരനായ ശിവബാബയിൽ നിന്നും എനിക്ക് ലഭിച്ച ജ്ഞാനത്തിന്റെ ശക്തിയാൽ ഞാൻ സചിന്തനം ചെയ്യുകയാണ്. ഈ സ്വചിന്തനത്തിന്റെ ആധാരത്തിലാണ് എന്റെ പരിവർത്തനവും തദ്വാര വിശ്വത്തിന്റെ പരിവർത്തനവും സാധ്യമാകുന്നത്. സദ്ഗുരു ജ്ഞാനാഞ്ജനമെഴുതി അജ്ഞാന അന്ധകാരം ഇല്ലാതെയായി എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ ഈ സംഗമയുഗത്തിൽ സദ്ഗുരുവായ ബാബ വന്ന് എന്റെ കണ്ണുകളിൽ ജ്ഞാനാഞ്ജനമെഴുതുകയാണ്. അതിലൂടെ എന്റെ ഉള്ളിലുണ്ടായിരുന്ന അജ്ഞാനത്തിന്റെ അന്ധകാരം പതുക്കെ പതുക്കെ ഇല്ലാതെയാകുന്നു. എന്റെ ആത്മനേത്രങ്ങൾക്ക് സ്പഷ്ടത കൈവരികയാണ്. ആ ദിവ്യദൃഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്റെ
അനാദി ആദി സ്വരൂപത്തെ ദർശിക്കുന്നു. ഈ അനാദി സ്വരൂപവും ആദി സ്വരൂപവുമാണ് എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥിതി. ആ സ്ഥിതിയിൽ പൂർണ്ണമായും മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ വർത്തമാന സ്ഥിതിയെ വിലയിരുത്തുകയാണ്. അത് രണ്ടും തമ്മിലുള്ള അന്തരം പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ അന്തരം എന്തുകൊണ്ടുണ്ടായി? ഇതിൽ നിന്നും എന്റെ പരിവർത്തനം എങ്ങനെ സാധ്യമാകും എന്നുള്ള സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സെക്കൻഡിൽ ഞാൻ സൂക്ഷ്മപതനത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ബ്രഹ്മബാബ എനിക്ക് തൊട്ടു മുൻപിലായി ഒരു ഗിത്തിയിലിരുന്നു കൊണ്ട് എനിക്ക് ദൃഷ്ടി നൽകുകയാണ്. എന്റെ ആഗമന ഉദ്ദേശ്യവും എന്റെ മനസ്സിലെ സംശയവും ബാബയ്ക്ക് സ്പഷ്ടമായി മനസ്സിലായി. ബാബ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ദൃഷ്ടി നൽകിക്കൊണ്ട് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങുന്നു. ക്ഷണനേരത്തിൽ തന്നെ ബ്രഹ്മബാബ ഏതോ ഒരു നിർദ്ദേശം നൽകിയതിലൂടെ തന്നെ ബ്രഹ്മബാബയിലും ശിവബാബയിലും സന്നിഹിതമാകുന്നു. ഇപ്പോൾ ബ്രഹ്മബാബയിലൂടെ എനിക്ക് ലഭിക്കുന്ന ശിവബാബയുടെ ദൃഷ്ടിയിലൂടെ എനിക്ക് കാര്യങ്ങളുടെ സ്പഷ്ടത മനസ്സിലാവുകയാണ്. സുപ്രീം ടീച്ചറായ ബാബയിൽ നിന്നും ജ്ഞാനത്തിൻ്റെ ഗംഗ എന്നിലേക്ക് പ്രവഹിക്കുവാൻ തുടങ്ങുന്നു.
എൻ്റെ എല്ലാവിധ സംശയങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി വളരെ സ്പഷ്ടമായി എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ സ്വചിന്തനം ചെയ്യുകയാണ്. എൻ്റെ ഉള്ളിൽ നിന്നും എന്നെക്കുറിച്ച് തന്നെയുള്ള ചില സങ്കല്പങ്ങൾ ഉയരുകയാണ്. എൻ്റെ മനസ്സ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ സ്പഷ്ടമായി കേൾക്കുന്നു. ഹേ ആത്മാ, താങ്കൾ വളരെ സുന്ദരമായിരുന്നു. വളരെ ശക്തിശാലിയാണ്. താങ്കളുടെ ഒറിജിനൽ സ്വരൂപം വളരെ ആകർഷകവും അത്യന്തം വേറിട്ടതുമാണ്. എന്നാൽ ഈ ദേഹത്തിന്റെ ബോധത്തിലേക്ക് വന്നപ്പോൾ സുന്ദരരൂപിയായ താങ്കൾ കുരൂപിയായി മാറി, വിരൂപനായി തീർന്നു. മായയുടെ മായാവി ജാലത്തിൽപ്പെട്ട് സുന്ദരമൂർത്തിയായിരുന്ന താങ്കൾ കറുത്തുപോയി. ഗൗരിയിൽ നിന്നും കാളിയായി. ഇപ്പോൾ താങ്കളിൽ കാണുന്ന ഇതല്ല താങ്കളുടെ ഒറിജിനൽ സ്വരൂപം. ചിന്തിച്ചു നോക്കൂ, താങ്കൾ ആരാണ്? താങ്കൾ ബീജരൂപനായ നിരാകാരനായ പരംപിതാ പരമാത്മാ ശിവഭഗവാന്റെ അജർ അമർ അവിനാശിയായ മാസ്റ്റർ ബീജരൂപനായ സന്താനമാണ്. ഇതാണ് താങ്കളുടെ യഥാർത്ഥമായ പരിചയം.
അനാദിയിൽ താങ്കളുടെ സ്വരൂപം ഇതായിരുന്നു. ഈ സ്മൃതി ഞാനിപ്പോൾ എന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ സ്വയം മന്ത്രിക്കുകയാണ്. ഞാൻ അനാദി സ്വരൂപമായ ജരാമരകൾ ബാധിക്കാത്ത അവിനാശിയായ ആത്മാവാണ്. ബീജരൂപനായ ശിവഭാമയുടെ മാസ്റ്റർ ബീജരൂപനായ സന്താനമാണ്. എന്നെക്കുറിച്ചുള്ള സ്പഷ്ടമായ തിരിച്ചറിവ് ഞാനിപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും എന്റെ മനസ്സാക്ഷി എന്നോട് മന്ത്രിക്കുന്നു. താങ്കൾ സമ്പൂർണ്ണ സതോപ്രധാന അവസ്ഥയെ പ്രാപ്തമാക്കിയിരുന്നപ്പോൾ താങ്കളിൽ സൃഷ്ടി ചക്രത്തിന്റെ ആദി മധ്യ അന്ത്യത്തിന്റെ സമ്പൂർണ്ണ ജ്ഞാനം പ്രത്യക്ഷ രൂപത്തിലായിരുന്നു. താങ്കൾ തന്നെയാണ് സ്വദർശന ചക്രധാരി എന്ന സമാനത്താൽ അലങ്കൃതമായിരുന്നത്. താങ്കളുടെ ദേവതാ സ്വരൂപം സമ്പൂർണവും സതോപ്രധാനവും ഡബിൾ അഹിംസകനും സർവഗുണ സമ്പന്നവും മര്യാദ പുരുഷോത്തമനും ആയിരുന്നു. താങ്കൾ വികാരങ്ങളുടെ ഹിംസയോ ബാഹുബലത്തിന്റെ ഹിംസയോ വാക്കുകളിലൂടെയോ കർമ്മത്തിലൂടെയോ ഉള്ള ഹിംസയോ ചെയ്യുന്ന കാര്യത്തിൽ
പൂർണ്ണമായും ഇച്ഛ മാത്രം അവ്യക്തസ്വരൂപത്തിലായിരുന്നു. താങ്കളുടെ ദൃഷ്ടി ആത്മീകവും ദിവ്യവും അലൗകികവുമായിരുന്നു. പിന്നീടെപ്പോഴോ താങ്കളിൽ മായയുടെ നിഴൽ വീണപ്പോൾ വികാരങ്ങളാവുന്ന രാവണന് വശപ്പെട്ടപ്പോൾ താങ്കൾ തന്നെ താങ്കളുടെ യഥാർത്ഥമായ അസ്തിത്വവും പവിത്രതയും സുഖവും ശാന്തിയും എന്ന് വേണ്ട എല്ലാ സമ്പത്തുകളെയും നഷ്ടപ്പെടുത്തി അത്യന്തം ദുഃഖിതനായി മാറി. ഈ വികാരങ്ങൾ നിറഞ്ഞ ലോകത്തിൽ താങ്കളെ പോലെ ഹിതകാരിയും സഹയോഗിയും വിശാല ബുദ്ധിയും നിശ്ചലനുമായിട്ടുള്ള വേറെ ആരും തന്നെയില്ല. എന്നാൽ വികാരങ്ങളുടെ ചതപ്പിൽ പൂണ്ടുപോയപ്പോൾ താങ്കൾ തന്റെ അനാദി സ്വരൂപത്തെയും ആദിയിലെ സതോപ്രധാന സ്വരൂപത്തെയും മറന്നുപോയി. എന്നാൽ സംഘമയുഗത്തിന്റെ ഈ ശ്രേഷ്ഠമായ മുഹൂർത്തത്തിൽ ബീജരൂപനായ പരം ആത്മാ ശിവഭഗവാൻ വീണ്ടും താങ്കൾക്ക് അതേ സത്യമായ ഗീതാജ്ഞാനം ശ്രേഷ്ഠമായ മതം നൽകി. സമ്പൂർണമായും സതോപ്രധാനമാകുന്നതിനുള്ള ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആത്മാ ഇപ്പോൾ ഉണർന്നാലും അജ്ഞാനത്തിന്റെ നിദ്രയെ വിട്ട് ശിവപരമാത്മാവിനോട് നൽകപ്പെടുന്ന സത്യമായ ഗീതാജ്ഞാനത്തെ സ്വയത്തിൽ ധാരണ ചെയ്ത് തന്റെ കൽപ്പകൽപ്പത്തെ അവിനാശിയായ
സ്വർഗീയ രാജ്യഭാഗ്യത്തിൻ്റെ അധികാരം നേടുവാനുള്ള ശ്രേഷ്ഠമായ പുരുഷാർത്ഥം ചെയ്യും. മനസ്സിൻ്റെ ഈ നിമന്ത്രണം കേട്ട് ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത് പോലെ ഞാൻ സത്യതയുടെ വെളിച്ചത്തിലേക്ക്, സ്പഷ്ടതയിലേക്ക് വരികയാണ്. ഞാൻ നോക്കുമ്പോൾ അവ്യക്ത വാഗ്ദാത പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ തൊട്ട് മുമ്പിൽ തന്നെയുണ്ട്. ബാബയുടെ പുഞ്ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നിട്ടും ബാബ ചോദിച്ചു, കുട്ടി, ഇത്രയും സമയം നീ എന്തെടുക്കുകയായിരുന്നു? അപ്പോൾ ഞാൻ പുഞ്ചിരിയോടുകൂടി ബാബയോട് പറഞ്ഞു, ബാബ, അങ്ങ് ത്രികാല ജ്ഞാനിയും ത്രികാലദർശിയുമല്ലേ? പിന്നെ എന്തിനാണ് അങ്ങ് എന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്? അപ്പോഴും ബാബ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം അത്രയും ബാബ തന്റെ ശക്തിമത്തായ ജ്ഞാനത്തിന്റെ കിരണങ്ങളിലൂടെ എന്നെ കൊണ്ട് തന്നെ എന്നോട് സംസാരിപ്പിക്കുകയായിരുന്നു. എനിക്ക് എന്റെ അനാദി ആദി സ്വരൂപത്തിന്റെ ജ്ഞാനയുക്തമായ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുകയായിരുന്നു. ഞാൻ എന്റെ അനാദി സ്വരൂപത്തെയും ആദി സ്വരൂപത്തെയും സ്പഷ്ടമായി കണ്ടു. ആ സ്വരൂപത്തെ ഞാൻ ഒന്നുകൂടി സ്പഷ്ടമായി ഓർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. ആ സ്വരൂപങ്ങളെ സ്പഷ്ടമായി കാണുന്നതിലൂടെ മാത്രമേ എനിക്കിപ്പോൾ എന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും പൂർവസ്ഥിതിയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുവാനും അതിലൂടെ വീണ്ടും അതേപോലെ ആയിത്തീരുവാനുള്ള പരിവർത്തനം
എന്നിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. സെൽഫ് റിയലൈസേഷൻ ആണ് ചെക്കിങ്ങിന്റെ ആധാരം. ചെക്കിങ്ങിന്റെ റിസൾട്ടാണ് ചേഞ്ച് അല്ലെങ്കിൽ പരിവർത്തനം. ശിവബാബ വിശ്വപരിവർത്തകനാണ്. ബ്രഹ്മബാബ യുഗപരിവർത്തകനാണ്. ഞാൻ ആത്മാ സ്വപരിവർത്തകനാണ്. ഞാനിപ്പോൾ സമ്പൂർണ്ണ സമ്പന്ന സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബ എനിക്ക് നൽകിയ ദിവ്യദൃഷ്ടിയിലൂടെയുള്ള റിയലൈസേഷൻ സ്വയത്തിൽ സമാഹരിച്ചുകൊണ്ട് കർമ്മയോഗിയായി കർമ്മത്തിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ പ്രാപ്തികളെയും തിരികെ നേടുവാൻ, അത് മറ്റുള്ള ആത്മാക്കൾക്കും പ്രദാനം ചെയ്ത് അവരെയും തനിക്ക് സമാനമാക്കുവാൻ കളിക്കളത്തിലേക്ക് പോവുകയാണ്. ഏത് കളിക്കളത്തിലാണോ ഞാൻ എനിക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തിയത്, അവിടെ നിന്ന് തന്നെ അതെല്ലാം എനിക്ക് വീണ്ടെടുക്കണം. കളിച്ചു കളഞ്ഞത് കളിയിലൂടെ നേടണം. ഇപ്പോൾ ആ ജീവിതമാകുന്ന കളിയെ എങ്ങനെ സമർത്ഥമാക്കാമെന്നും അതിലൂടെ നഷ്ടപ്പെട്ടതെല്ലാം എങ്ങനെ വീണ്ടെടുക്കാമെന്നും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അത് കർമ്മയോഗത്തിന്റെ ബാലൻസിലൂടെ സാധ്യമാകും എന്ന് ബാബ എനിക്ക് നിർദ്ദേശം നൽകുന്നു. ബാബയുടെ സ്മൃതിയില്ലാത്ത കർമ്മം എന്നെ കർമ്മബന്ധനമുള്ളവനും കർമ്മത്തിനധീനനും കർമ്മഭോഗിയുമാക്കി തീർക്കും. എന്നാൽ ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ടുള്ള കർമ്മം എന്നെ കർമ്മബന്ധനമുക്തനും കർമ്മയോഗിയുമാക്കി തീർക്കുന്നു. കർമ്മയോഗി ഭവ എന്ന വിശേഷപ്പെട്ട വരദാനത്തെ ഇപ്പോൾ ഞാൻ ബാബയിൽ നിന്നും സ്വീകരിക്കുകയാണ്. ബാബയിൽ നിന്നും വരുന്ന ശക്തിമത്തായ കിരണങ്ങളിലൂടെ വരദാനങ്ങളുടെ പ്രവാഹം തന്നെ എന്നിലേക്ക് ഒഴുകിയെത്തുന്നു.
കണ്ടു മറന്ന ഒരു സ്വപ്നം പോലെ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിലേക്ക് ഞാൻ അറിയാതെ തന്നെ ആദി സ്വരൂപത്തിന്റെ ദൃശ്യങ്ങൾ മിന്നി മിന്നി മറയുന്നു. വീണ്ടും എനിക്ക് ഇതേപോലെയാകണമെന്നുള്ള പ്രേരണയാണ് ഈ റിയലൈസേഷനോട് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബാബ വാക്കുകളിലൂടെ മനസ്സിലാക്കി തരുന്നതിന് പകരം ദൃശ്യത്തിലൂടെ ആദി സ്വരൂപത്തിന്റെ സാക്ഷാത്കാരത്തിലൂടെ എന്നെ എത്ര വലിയ കാര്യമാണ് പഠിപ്പിച്ചത്. ഇനി എൻ്റെ പുരുഷാർത്ഥം എന്തായിരിക്കണം? അതെങ്ങനെയായിരിക്കണം? അതിനെല്ലാമുള്ള വ്യക്തമായ ഉത്തരം ഈ സാക്ഷാത്കാരത്തിലൂടെ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. നന്ദി ബാബ, നന്ദി. എൻ്റെ ഉന്നതിക്ക് വേണ്ടി അങ്ങനെ പ്രതി എത്ര ചിന്താകുലനാണ്. ഓരോ സെക്കൻഡിലും എങ്ങനെയാണ് അങ്ങനെ പാലിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് ഞാൻ അങ്ങയോട് എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും യഥാശക്തി തഥായോഗ്യം ഞാൻ അങ്ങയോട് നന്ദി പറയുകയാണ്. ഒരു മുഴുവൻ കർമ്മത്തിലും അല്പകാലത്തേക്ക് മാത്രം കിട്ടുന്ന ഈ അസുലഭമായ മുഹൂർത്തത്തിന്റെ മൂല്യം എത്രയാണ്? ഈ സമയത്ത് മാത്രമാണല്ലോ എനിക്ക് അങ്ങയോടും അങ്ങക്ക് എന്നോടും സംസാരിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഓരോ വചനങ്ങളും എന്നെ പ്രതിയുള്ള അങ്ങയുടെ ഓരോ സങ്കല്പങ്ങളും അങ്ങ് നൽകുന്ന വരദാനങ്ങളും എന്തിനേറെ അങ്ങയുടെ ഒരു സെക്കൻഡിൽ ലഭിക്കുന്ന ദൃഷ്ടി പോലും എത്ര മൂല്യമുള്ളതാണ്. ഇതാണ് സംഗമയുഗത്തിന്റെ മൂല്യം. പരിധികളില്ലാത്ത മൂല്യവത്തായ സമയം. ആത്മാവായ ഞാൻ ഈ സമയത്തെ എത്രത്തോളം സദുപയോഗം ചെയ്യുന്നു അതനുസരിച്ച് ഞാനും മൂല്യവനായി മാറുന്നു. ഞാനിതെല്ലാം ചിന്തിക്കുമ്പോൾ ബാബ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. നോക്കൂ, ഇന്ന് എത്ര യുക്തിയോടുകൂടിയാണ് ബാബ എനിക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നത്.
എന്റെ മനസ്സിലെ ചിന്തകളെ വായിച്ചിട്ടെന്ന പോലെ ഭാവിയുടെ ചുണ്ടിലെ കള്ളച്ചിരി. അതിന്റെ ഗൂഢമായ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കി. അറിയാതെ എന്റെ ഹൃദയത്തിൽ നിന്നും വരികയാണ് എന്റെ ബാബ, എന്റെ പ്രിയപ്പെട്ട ബാബ, മധുരമായ ബാബ. ഇത്രയും ചിന്തിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അടുത്ത സെക്കൻഡിൽ ഞാൻ സാകാര ശരീരത്തിൽ ഭ്രൂമധ്യത്തിൽ പ്രകാശിക്കുന്നു. ഞാൻ യോഗനിദ്ര വിട്ടുണരുകയാണ്. ഞാൻ എന്നോട് സ്വയം ചോദിക്കുന്നു, ഇത്ര സമയം ഞാൻ എവിടെയായിരുന്നു? ഞാൻ എന്തൊക്കെയാണ് കണ്ടത്? എന്തൊക്കെയാണ് കേട്ടത്? ഒരു സ്വപ്നം പോലെ ഓരോ ദൃശ്യങ്ങളും ഓരോ വാക്കുകളുമെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സുന്ദരമായൊരു സാക്ഷാത്കാരം ലഭിച്ച് അതിന് ജ്ഞാനയുക്തമായ അർത്ഥത്തെ ഉൾക്കൊണ്ട് അതിനനുസരിച്ചുള്ള ശ്രേഷ്ഠമായ പുരുഷാർത്ഥം ചെയ്ത് എന്റെ അനാദി സ്വരൂപത്തെയും അതിലൂടെ ആദി സ്വരൂപത്തിന്റെ സമ്പത്തിനെയും പ്രാപ്തമാക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഞാൻ കർമ്മമണ്ഡലത്തിലേക്ക് വരികയാണ്. ഈ സമയം എനിക്ക് യോഗിയാകണം, പവിത്രമാകണം, അതിലൂടെ പാവനമാകണം, യോഗ്യനാകണം. ഈ ചിന്ത എടുത്തപ്പോൾ തന്നെ അതിസുന്ദരമായ ഒരു ഗാനം എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ಯೋಗಿಯಾಗು ನೀನು ಯೋಗಿಯಾಗು, ಭೋಗವ ಬಿಟ್ಟು ನೀ ತ್ಯಾಗಿಯಾಗು. ಯೋಗಿಯಾಗು ನೀನು ಯೋಗಿಯಾಗು, ಭೋಗವ ಬಿಟ್ಟು ನೀ ತ್ಯಾಗಿಯಾಗು. ರಾಗವ ಬಿಟ್ಟು ವಿರಾಗಿಯಾಗು, ಕ್ರೋಧವ ಬಿಟ್ಟು ನೀ ಶಾಂತನಾಗು. ಯೋಗಿಯಾಗು ನೀನು ಯೋಗಿಯಾಗು, ಭೋಗವ ಬಿಟ್ಟು ನೀ ತ್ಯಾಗಿಯಾಗು.
ಪ್ರೇಮಿಯಾಗು ಗರ್ವವ ಬಿಟ್ಟು ನೀ ನಮ್ರನಾಗು ಕಾಮವ ಬಿಟ್ಟು ನೀ ಪ್ರೇಮಿಯಾಗು ಗರ್ವವ ಬಿಟ್ಟು ನೀ ನಮ್ರನಾಗು ವಿಶ್ವದ ಸೇವೆಗೆ ಸಿದ್ಧನಾಗು ವಿಶ್ವದ ಸೇವೆಗೆ ಸಿದ್ಧನಾಗು ಸಿದ್ಧನಾಗು ಪರಿಶುದ್ಧನಾಗು ಯೋಗಿಯಾಗು ನೀನು ಯೋಗಿಯಾಗು ಭೋಗ ಬಿಟ್ಟು ನೀ ತ್ಯಾಗಿಯಾಗು ಶ್ರೀಮತ ತತ್ವದ ಜ್ಞಾನಿಯಾಗು ಆತ್ಮದ ವೀಣೆಯ ತಂತಿಯಾಗು ಶ್ರೀಮತ ತತ್ವದ ಜ್ಞಾನಿಯಾಗು ಆತ್ಮದ ವೀಣೆಯ ತಂತಿಯಾಗು ತಿಳುವಿನ ತೀರ್ಥದ ಚಿಲುಮೆಯಾಗು ತಿಳುವಿನ ತೀರ್ಥದ ಚಿಲುಮೆಯಾಗು ಹಳತೆಲ್ಲ ಮರೆತು ನೀ ಹೊಸಬನಾಗು ಯೋಗಿಯಾಗು ನೀನು ಯೋಗಿಯಾಗು ಭೋಗ ಬಿಟ್ಟು ನೀ ತ್ಯಾಗಿಯಾಗು ಬಿಂದುವಾಗು ಸುಗುಣ ಸಿಂಧುವಾಗು ತಂದೆ ಶಿವನ ಮುದ್ದು ಕಂದನಾಗು ಬಿಂದುವಾಗು ಸುಗುಣ ಸಿಂಧುವಾಗು ತಂದೆ ಶಿವನ ಮುದ್ದು ಕಂದನಾಗು ಕಂದನಾಗು ದಿವ್ಯ ಜ್ಯೋತಿಯಾಗು ಕಂದನಾಗು ದಿವ್ಯ ಜ್ಯೋತಿಯಾಗು ಬಂಧನದಿಂದ ನೀನು ಮುಕ್ತನಾಗು ಯೋಗಿಯಾಗು ನೀನು ಯೋಗಿಯಾಗು ಭೋಗ ಬಿಟ್ಟು ನೀ ತ್ಯಾಗಿಯಾಗು ಯೋಗಿಯಾಗು ನೀನು ಯೋಗಿಯಾಗು ಭೋಗ ಬಿಟ್ಟು ನೀ ತ್ಯಾಗಿಯಾಗು ಭೋಗ ಬಿಟ್ಟು ನೀ ತ್ಯಾಗಿಯಾಗು